നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പാർട്ടിയായി മാറിയത് BJP. സംസ്ഥാനത്ത് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കളം നിറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. ഇക്കുറി തങ്ങൾ നേടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആണയിടുകയാണ്. യഥാർത്ഥത്തിൽ BJP പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. ചർച്ചകളിൽ BJP നിറയുമ്പോൾ ജനം ഇടതു വലതു മുന്നണികളെ മറക്കും. പതിയെ പതിയെ BJP മികച്ചതാണെന്നൊരു തോന്നൽ വരുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. മൂന്നാം വട്ട ഭരണത്തിന് തയ്യാറെടുക്കുന്ന പിണറായിക്കൊപ്പം മനസ്സുകൊണ്ട് നിൽക്കാൻ BJPയെ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. BJPയെ പോയിന്റ് ഓഫ് അറ്റൻഷനിൽ നിർത്തി തനിക്ക് അധികാരത്തിൽ തിരികെ എത്താനാണ് പിണറായിയുടെയും ശ്രമം. സത്യത്തിൽ VD സതീശൻ ഓരോ നിമിഷവും വഞ്ചിക്കപ്പെടുകയാണ്. ഭരണകക്ഷിയായ LDFും BJPയും തമ്മിൽ വോട്ട് കൈമാറ്റത്തിനായി രഹസ്യധാരണയുണ്ടാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ഗോതയെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ്. വെറും ആരോപണങ്ങൾക്കപ്പുറം ഇത് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ സതീശൻ അക്കമിട്ട് നിരത്തിയതോടെ വിവാദം കൊഴുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളം കത്തുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് ഡീൽ ആരോപണങ്ങളാണ്. ഭരണകക്ഷിയായ CPMും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണമാണ് VD സതീശൻ അതിശക്തമായി ഉന്നയിക്കുന്നത്. പ്രത്യേക ലക്ഷ്യങ്ങളോടെ വോട്ട് കൈമാറ്റം നിശ്ചയിച്ചിട്ടുള്ള 5 മണ്ഡലങ്ങളുടെ പേര് സതീശൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ പേര് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതിനോടകം ചേർത്തു. എന്നാൽ ഈ ആരോപണങ്ങളെ പഴയ ചരിത്രം നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടത്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, റാന്നി, കോന്നി എന്നീ 5 മണ്ഡലങ്ങളിലാണ് CPM BJP കൂട്ടുകെട്ട് നിലനിൽക്കുന്നതെന്നാണ് VD സതീശന്റെ വാദം. ഓരോ മണ്ഡലത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട് കൈമാറ്റം നിശ്ചയിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. UDFന്റെ സിറ്റിംഗ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് BJPയെ വലിയ പ്രതീക്ഷയിലാണ്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ ഇവിടെ ജനവിധി തേടുന്നു. തദ്ദേശ വോട്ട് കണക്കിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ടെങ്കിലും UDF 67,235, LDF 41,908, NDA 47,071 എന്ന നിലയിലാണ് കണക്കുകൾ. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് വഴിയൊരുക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ജില്ലയിൽ നിന്ന് നിർദ്ദേശിച്ച പേര് തള്ളിയാണ് ജയാനന്ദനെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കാരണമാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പക്ഷം. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ച് BJP ജയിക്കാത്ത വിധമാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന് CPM വിശദീകരിക്കുന്നു. കാസർഗോഡ് സിറ്റിംഗ് സീറ്റായ UDFനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുവെന്നാണ് ആരോപണം. LDFൽ MNLന് നൽകിയിരിക്കുന്ന ഈ സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് BJPയെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ വോട്ട് നില ഉയർത്താനാണ് പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കുന്നതെന്നാണ് LDFന്റെ മറുപടി. പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMR റസാഖ് എത്തിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. UDFന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഒരു മുസ്ലിം വ്യവസായിയെ CPM കളത്തിലിറക്കിയതെന്ന് സതീശൻ ആരോപിക്കുന്നു. തദ്ദേശ കണക്കനുസരിച്ച് UDFന് 6,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ അത് മറികടക്കാമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. രാഷ്ട്രീയ പോരാട്ടത്തിനാണെങ്കിൽ ചലച്ചിത്ര താരമായ രമേശ് പിഷാരടിയെ എന്തിന് UDF സ്ഥാനാർത്ഥിയാക്കിയെന്നും LDF ചോദിക്കുന്നു. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ മത്സരിച്ച കോന്നി മണ്ഡലം ഇത്തവണ BDJSന് നൽകിയത് BJP വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ് ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കിൽ 236 വോട്ടിന്റെ ചെറിയ ലീഡുള്ള UDFനെ ഇവിടെ പരാജയപ്പെടുത്താനാണ് ഈ നീക്കമെന്ന് അവർ കരുതുന്നു. അതേസമയം BJP വോട്ടുകൾ UDFന് പോകുമെന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ KU ജനീഷ് കുമാർ ജനകീയതയിൽ വിജയിച്ച് കയറുമെന്നും LDF വ്യക്തമാക്കുന്നു. ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന റാന്നിയിൽ BJPക്ക് പകരം 2020 മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. BJP വോട്ടുകൾ 2020 വീഴില്ലെന്നും ഇത് LDF സ്ഥാനാർത്ഥിക്ക് ജയം എളുപ്പമാകുമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശബരിമല ഇവിടെ ചർച്ചയാവില്ലെന്ന് NDA സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞു.
മന്ത്രി വി.എൻ. വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ ബി.ജെ.പിക്ക് പകരം 2020 വന്നത് ബി.ജെ.പി വോട്ടുകൾ CPM-ലേക്ക് എത്തിക്കാനാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ UDF-നാണ് ബി.ജെ.പിയുടെ വോട്ടുകൾ ലഭിക്കുക എന്നാണ് CPM ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങളെയെല്ലാം അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചത്. 1971-ൽ AKGയെ തോൽപ്പിക്കാൻ RSS കാര്യവാഹകനെ കോൺഗ്രസ് പിന്തുണച്ച ചരിത്രം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നേമത്ത് ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്താണിപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്കത്രയും ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. NMR റസാഖ് എന്ന ഒരു മുസ്ലിം നാമധാരി അവിടെ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണോ ഇതിനെ ഡീൽ എന്ന് വിളിക്കുന്നത്? മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷം ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ KC വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചതും ഒരു ഡീലിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. RSSുമായി പണ്ടേ കൂട്ടുകൂടിയവർ ഇപ്പോൾ മുൻകൂർ ജാമ്യമെടുക്കാനാണ് തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി വിജയൻ ലക്ഷണമൊത്ത RSS ഏജന്റ് എന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. RSS ബന്ധം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നടത്തിയ ആരോപണങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. BJP CPM ഡീൽ എന്ന ആരോപണം കനക്കുന്നതിനിടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഈ വാദപ്രതിവാദം കൂടുതൽ രൂക്ഷമായത്. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് പങ്കില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിരന്തരമായ പ്രസ്താവനകളെ ചരിത്രമറിയുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് സതീശൻ പറഞ്ഞു. 1977 മുതലുള്ള CPM RSS BJP ബന്ധത്തിന്റെ തെളിവുകൾ എണ്ണി നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നത്. 1977-ൽ RSS പിന്തുണയോടെ നിയമസഭയിലെത്തിയ MLA പിണറായി വിജയനാണെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. അന്ന് ഉദുമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്ന KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നതും മറക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. പാലക്കാട് CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചാരണത്തിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതിനെയും സതീശൻ ചോദ്യം ചെയ്തു. 1989-ൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് CPM നേതാക്കളായ EMSും ജ്യോതി ബസുവും അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഗൂഗിളിൽ ലഭ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. RSSനോട് ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ലെന്നും വർഗീയതയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ഈ വിപ്ലവ പാരമ്പര്യങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണെന്നും സതീശൻ പരിഹസിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM BJP സഖ്യം ഉണ്ടായിരുന്നുവെന്ന RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഈ സഖ്യത്തിന്റെ കാരണഭൂതൻ പിണറായി വിജയനാണെന്നും സതീശൻ ആരോപിച്ചു. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ RSS നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയെന്ന ഗുരുതര ആരോപണവും സതീശൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉന്നയിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ BJPയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന ആരോപണവും സതീശൻ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചു. VD സതീശന്റെ കുറിപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം അതിങ്ങനെയാണ്: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ്. അതിനെന്ത് മറുപടി പറയാനുണ്ട്? ആ സഖ്യത്തിന്റെ കാരണഭൂതൻ പിണറായി വിജയനാണ്, VD സതീശനല്ല. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് സ്വകാര്യ വാഹനത്തിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും പിണറായി വിജയനാണ്, VD സതീശനല്ല. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ മറുപടി പറയാതെ തല കുനിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരും പിണറായി വിജയൻ എന്നാണ്. ദേശീയപാത തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന്റെ പ്രതിനിധിയായ നിതിൻ ഗഡ്കരിക്ക് ആമാടപ്പെട്ടിയും പൊന്നാടയുമായി പോയതും പിണറായി വിജയനാണ്, VD സതീശനല്ല. നിർമ്മല സീതാരാമനുമായി ഡൽഹിയിൽ പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ സംസ്ഥാന ഗവർണറെ കൂടെ കൂട്ടിയത് പിണറായി വിജയനാണ്, VD സതീശനല്ല. അമിത്ഷാ പറഞ്ഞപ്പോൾ 90 ഡിഗ്രി കുനിഞ്ഞു നിന്ന് PM ശ്രീയിൽ ഒപ്പിട്ടുകൊടുത്ത ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്, VD സതീശൻ എന്നല്ല. ഒരു ഘട്ടത്തിൽ RSS വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാ ഘട്ടത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും മനോരമ ചാനലിന് അഭിമുഖം നൽകിയ ആളുടെ പേരും പിണറായി വിജയൻ എന്നാണ്, VD സതീശൻ എന്നല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കുന്നതിന്
പകരം BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിയിരുന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചത് പിണറായി വിജയനാണ്, VD സതീശനല്ല. 2006 പറവൂരിൽ നടന്ന RSS ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ വിളക്ക് കൊളുത്തിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം വന്നത്. ഇതേത് ഡീലായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. RSSന്റെ രണ്ടാം സർസംഘചാലകും ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന വ്യക്തിയുമായ MS ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം നടന്നത് 2006 ഫെബ്രുവരിയിൽ പറവൂർ മനക്കപ്പടി സ്കൂളിലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ പരിപാടി. അന്നത്തെ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുത്ത VD സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിനു മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞത്. 2001ലെയും 2006ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് 2022 ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടി RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കർ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിലും സതീശൻ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. 2006ലെ ഈ പരിപാടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ 2013ലെ മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് സ്ഥിരമായി രക്ഷപ്പെടുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ VD സതീശന്റെ മറുപടി അറിയാൻ അവകാശമുണ്ടെന്നും 2006ലെ പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ സംസ്ഥാനത്ത് CPM BJP ഡീൽ ആരോപണം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ കോൺഗ്രസ് BJP ഡീലാണ്. നേമത്ത് കോൺഗ്രസ് വോട്ടിലാണ് BJP വിജയിച്ചത്. ഇത്തവണയും നേമത്ത് അതാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 41 സ്ഥലത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയി. അവിടെയെല്ലാം BJP വന്നു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. VD സതീശൻ നടത്തിയ ജാഥ തന്നെ നുണയൻ ജാഥയായി എന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. എന്തായാലും മെയ് 4-നറിയാം BJPയെ വിവാദ മൂലയിൽ പിണറായി നിലനിർത്തിയതിന്റെ രഹസ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.